മോഡലും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഇത് 2014 മോഡല് സ്പോർട്സ് ഓപ്ഷൻ ഡീസലാണല്ലേ? ഓക്കെ. ഈ ഡീസലാകുമ്പോൾ ഒരു ഗുണം എന്ന് പറയുന്നത് മൈലേജ്, നല്ല മൈലേജ് കിട്ടും. ഈ ഒരു സെക്ഷനിലേക്ക് നിങ്ങൾക്ക് കുറച്ച് ചെറിയ വണ്ടികൾ കാണിച്ചു തരാം. അതും ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് കേട്ടോ എല്ലാം തന്നെ. അതായത് വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുത്ത് നല്ല വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അത്യാവശ്യം ലോണും കയറും. മാക്സിമം ഫണ്ടിങ് വരെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. ഫുൾ ലോൺ കയറും അല്ലേ? ഡീസൽ ആയതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, എന്താണ് എഞ്ചിൻ കണ്ടീഷൻ? എഞ്ചിൻ കണ്ടീഷൻ ഞാൻ പറഞ്ഞ മെക്കാനിക്കലി ഫുൾ ഫിറ്റ് ആണ്. സർവീസ് ഒക്കെ കറക്റ്റ് പക്കയായിട്ട് ചെയ്യുന്നതാണ്. ഇത് 2015 മോഡല് ആസ്റ്റ. 15 ആസ്റ്റ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. 6 എയർ ബാഗ്സ്, ബട്ടൺ സ്റ്റാർട്ട്, അലോയ് വീല്, ക്യാമറ, പ്രൊജക്ടഡ് ഹെഡ് ലാമ്പ്, എല്ലാ ഫീച്ചറും. അതായത് i20 ഏറ്റവും ടോപ്പിന്റെ വണ്ടിയാണ് അല്ലേ? ഇനി ഞാൻ എന്തായാലും നിങ്ങൾക്ക് കുറച്ചധികം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ കാണിച്ചു തരാം. ഇപ്പം ഇന്ന് എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ചിരി വരും, ഉറപ്പുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസമൊക്കെ ഇപ്പോൾ എന്തായാലും ഒരു പുതുമഴയൊക്കെ പെയ്തതല്ലേ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നു ചെറിയൊരു വയറിലൊക്കെ അടിച്ചിട്ട് സൗണ്ടിന് മാത്രമേ പ്രശ്നമുള്ളൂ കേട്ടോ, വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്തായാലും. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഓട്ടോ വെഞ്ചറിലാണ്. ഞാൻ ഒന്നുകൂടി പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ക്ലിയർ ആവുന്നില്ലാത്ത പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്പറുകളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വണ്ടികൾ എന്തായാലും ഞാൻ കാണിച്ചു തരാം. എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഓട്ടോ വെഞ്ചറിൽ ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറുവണ്ടികളുണ്ട്. ഈ ചെറുവണ്ടികളുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് നല്ല ബഡ്ജറ്റ് റേറ്റിൽ തരാൻ പറ്റുന്ന വണ്ടികളാണ്. ഒന്ന് കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ അർജുൻ, എന്തൊക്കെയാണ് വിശേഷം? സുഖം തന്നെ അല്ലേ? വേറൊരു കാര്യം കൂടി പറയട്ടെ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ച ഒരുവിധം എല്ലാ വണ്ടിയും സെയിലായി. കാരണം ഇവിടെ ഒന്നും തന്നെ കാണാനില്ല. പിന്നെ നല്ല മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. പിന്നെ മാറിയിട്ടുണ്ട് ഉറപ്പായിട്ടും. നല്ല ക്വാളിറ്റിയാണ് വണ്ടികൾ. അങ്ങനത്തെ അല്ലേ കൊടുക്കുള്ളൂ? അത്രേ കൊടുക്കുള്ളൂ. ഒരാളും കുറ്റം പറയരുത്, നിർബന്ധമാണ് അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും നല്ല വണ്ടികൾ കാണാൻ നോക്കുന്നവർ ഒന്ന് ചാനൽ ഫോളോ ചെയ്തോ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ, മാക്സിമം ഒന്ന് ഷെയർ ചെയ്തോ, എല്ലാവരിലേക്ക് എത്തിക്കോട്ടെ. പക്ഷേ നമുക്ക് ഈ i20 എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയാലോ? അപ്പോൾ എന്തായാലും നമ്മുടെ ഓട്ടോ വെഞ്ചറിലെ ആദ്യത്തെ വണ്ടി നല്ല അടിപൊളി ഒരു ഫുൾ ഓപ്ഷൻ i20 ആണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി പറയാം. അതായത് ഓട്ടോ വെഞ്ചറിന്റെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ നമ്മുടെ വെസ്റ്റിലൊക്കെ കഴിഞ്ഞിട്ട് പാവങ്ങാട് അല്ലേ? പാവങ്ങാട് ആ ഒരു ജംഗ്ഷനിൽ തന്നെയാണ്. നിങ്ങൾക്ക് ഇതിലെ ഹൈവേ കൂടെ പോകുമ്പോൾ പെട്ടെന്ന് കാണാൻ പറ്റും. ഞാനത് ആദ്യം പറയാൻ മറന്നു. ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ലൊക്കേഷൻ എവിടെയാണ്. അത് വിട്ടുപോകുന്നതാണ്. അപ്പോൾ എന്തായാലും ഇനി വിട്ടുപോകില്ല, പാവങ്ങാട് വന്നാൽ മതി അല്ലേ? ഈ വണ്ടികളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും കൂടുതൽ എനിക്ക് ഒന്ന് സഹായിക്കണം കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽ നീ പറയണം. ഓക്കെ. എന്തായാലും i20 ഏതാ മോഡലൊക്കെ? ഇത് 2017 മോഡല് i20 ആസ്റ്റ ഓപ്ഷനിലാണ്. അതായത് i20 ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? 6 എയർ ബാഗ്സ്, ബട്ടൺ സ്റ്റാർട്ട്, അലോയ് വീല്, ക്യാമറ, പ്രൊജക്ടഡ് ഹെഡ് ലാമ്പ്, എല്ലാ ഫീച്ചറും. അതായത് i20 ഏറ്റവും ടോപ്പിന്റെ വണ്ടിയാണ് അല്ലേ? പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം കൂടി പറഞ്ഞു കേട്ടോ. അതായത് i20 17 ന്യൂ ഷേപ്പ് വന്ന വണ്ടി കൂടിയാണ്. ന്യൂ ഷേപ്പ് ആണ് കേട്ടോ. എന്തായാലും നല്ല പ്രൊജക്ടഡ് ഹെഡ് ലാമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ബമ്പറിലൊക്കെ ചെറിയൊരു കട്ടിംഗ് ഒക്കെ വ്യത്യാസമുണ്ട് അല്ലേ? ഇത് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, സിംഗിൾ ഓണർ ആണ്. കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ്. കിലോമീറ്റർ 65 അല്ലേ? ഓക്കെ. 17 65 ഒട്ടും കൂടുതലൊന്നും അല്ല കേട്ടോ. പിന്നെ പെട്രോൾ ആണ്, ലേശം മൈലേജ് കുറവായിരിക്കും. ഒരു 12 മുതൽ 15 വരെ മാക്സിമം പ്രതീക്ഷ മതി. അപ്പൊ അതിൻ്റെതായ ഓട്ടം കുറവ് എന്തായാലും ഉണ്ടാവും അല്ലേ? എന്താ പ്രൈസ്? 6.5 കുറയാനുണ്ടോ? ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം അല്ലേ? അപ്പൊ എന്തായാലും നിങ്ങൾ വരിക, വണ്ടി കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം റേറ്റ് ഒക്കെ കുറച്ച് തരും കേട്ടോ. പിന്നെ വേറെ അപാകതകളൊന്നും ഇല്ല. അടിപൊളി വണ്ടി അല്ലേ? എന്തായാലും നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഒരു XL6 കാണിച്ചു കൊടുത്താലോ? ഇത് 2020 മോഡല് XL6 സീറ്റ ഹൈബ്രിഡ് അല്ലേ? ഓക്കെ. സീറ്റ എന്ന് പറയുമ്പോൾ ഏറ്റവും ഫുള്ളിൻ്റെ അൽഫാൻ്റെ തൊട്ട് താഴെ വരുന്ന സാധനമാണ്. ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ഗിയർ സെൻറ്ററും ബട്ടൺ സ്റ്റാർട്ടും അലോയ് വീൽ എല്ലാം ഉണ്ടല്ലേ? ഇത് കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? ഇത് 1,08,000 കിലോമീറ്റർ. 20 ഓടി അല്ലേ? അത്യാവശ്യം ഓടിയിട്ടുണ്ട്. ഈ ഹൈബ്രിഡും കൂടി ആകുമ്പോൾ കുറച്ച് മൈലേജ് കിട്ടുന്നതിനെ കൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 18-20 ഒക്കെ കിട്ടും തോന്നുന്നു. അതുകൊണ്ടാണ് കുറച്ച് ഓട്ടം കൂടുതൽ വരുന്നത്. ഇത് പ്രോപ്പർ സർവീസ് ആണോ? പ്രോപ്പർ സർവീസ്, സിംഗിൾ ഓണറാ. ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് കൊടുക്കാം. ഓക്കെ. നിങ്ങൾ കറക്റ്റ് ഒന്ന് ഹിസ്റ്ററി ഒക്കെ ചെക്ക് ചെയ്തോളൂ കേട്ടോ, പ്രോപ്പർ സർവീസ് ഉണ്ടോന്നൊക്കെ. ഇങ്ങനെ കിലോമീറ്റർ കുറച്ച് കൂടുതൽ ഓടി വണ്ടികൾ വരുന്നുണ്ട്. വണ്ടികളൊക്കെ ക്വാളിറ്റി ആയിരിക്കും. അതെ. സർവീസ് കറക്റ്റ് ചെയ്യുന്നതിനെ കൊണ്ടാണ്. അതെ. ഇത് കേരള വണ്ടി തന്നെയല്ലേ? കേരള വണ്ടി. ഓക്കെ. ഒരു റീപ്ലേസും ഇല്ലല്ലോ? ഇല്ല. ഒരു റീപ്ലേസും ഇല്ലാത്ത നല്ല ക്ലീൻ വണ്ടി. റേറ്റ് 8,20,000 രൂപ. 8,20,000 കുറയാണ്ടാവുമല്ലോ അല്ലേ? ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ. 20 മോഡല് 7 സീറ്റർ വണ്ടിയാണ്. 8,20,000 രൂപ. കുറയ്ക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം കുറച്ച് തരും. ഇവരെ കൊണ്ട് ചോദിക്കുന്ന പ്രൈസ് ആണ് ഇട്ടത്. ചെറിയ മാറ്റങ്ങൾ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ ഇനി ഇതാണെങ്കിലോ ഫോർച്യൂണർ. ഇത് 2014 മോഡല് 2 വീൽ ഓട്ടോമാറ്റിക്. 14 2 വീൽ ഓട്ടോമാറ്റിക്. അതായത് UK രജിസ്ട്രേഷൻ ആണ് കേട്ടോ. ഉത്തരാഖണ്ഡ് അല്ലേ? ഇത് 2 വീൽ ഓട്ടോമാറ്റിക് 14 ഓട്ടം എത്രയാ? ഓട്ടം 1,60,000 കിലോമീറ്റർ. 1,60,000. അത് കറക്റ്റ് ഹിസ്റ്ററി ഉണ്ടോ? കറക്റ്റ് ഹിസ്റ്ററി. ടൊയോട്ടയ്ക്ക് പിന്നെ കിലോമീറ്റർ ഒന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. അതെ. എന്നാലും ഹിസ്റ്ററി ഉണ്ടോന്ന് അറിയാൻ
അവിടുന്ന് എടുക്കുന്ന വണ്ടികളൊന്നും ഇഷ്ടമില്ലെങ്കിൽ ആൾക്കാർ എടുക്കൂല. അതെ അതെ. അവർക്കൊക്കെ അവിടുത്തെ വണ്ടികൾ പറയുമ്പോൾ വേറെ എന്തോ ഉള്ള വണ്ടികളൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ. അതെ അതെ അതെ. അതായത് എന്നോട് പലരും ചോദിക്കാറുണ്ട് ഈ റീവണ്ടി എന്നൊക്കെ പറഞ്ഞ എന്താ സംഭവം എന്നൊക്കെ. റീവണ്ടി പല വണ്ടികളുണ്ട്. ഈ പറഞ്ഞ മാതിരി അവിടുത്തെ ഡീലർമാരുടെ അടുത്ത് എടുക്കുന്ന വണ്ടികൾക്കൊക്കെ ചില പ്രശ്നങ്ങളും കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റില്ല. ഞങ്ങളത് ഡയറക്റ്റ് കസ്റ്റമർ എടുത്ത് പോയി എടുക്കുന്ന വണ്ടികളാണ് മൊത്തം. കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലെ. അതായത് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. റീവണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി തന്നെയാണ്, വേറൊരു സംസ്ഥാനത്ത് നിന്ന് ഇങ്ങോട്ട് മാറ്റിയെന്നേ ഉള്ളൂ. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറ്റുകയാണെങ്കിൽ ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. ഇത് 2 വീൽ ഓട്ടോമാറ്റിക് 2014 മോഡൽ. എന്താ വില വരുന്നത്? ഇത് നമുക്ക് NOC-ലാണെങ്കിൽ 13.3. അപ്പൊ എന്തായാലും ഏകദേശം ഒരു 16 ലക്ഷം രൂപ ഇവിടെ രജിസ്റ്റർ ചെയ്യുമ്പോൾ കേരള നമ്പർ ആക്കുമ്പോൾ ഒരു 16.5 റേഞ്ച് വരും. അതിന്റെ ഉള്ളിൽ വരും. ഓക്കെ, നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങൾക്ക് മാക്സിമം നെഗോഷ്യബിൾ ആക്കാനുള്ളത് ആക്കി തരുകയും ചെയ്യും കേട്ടോ. എന്തായാലും 2 വീൽ ഓട്ടോമാറ്റിക് വണ്ടി, ക്ലീൻ വണ്ടി നോക്കിക്കോളൂ. നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു ചെറിയ വണ്ടി നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു ഐറ്റം കാണിച്ചു തരാം. ക്വാളിറ്റി വണ്ടി അല്ലേ? മോഡലും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഇത് 2014 മോഡല്, സ്പോർട്സ് ഓപ്ഷൻ, ഡീസലാണല്ലേ? ഓക്കെ, ഈ ഡീസൽ ആകുമ്പോൾ ഒരു ഗുണം എന്ന് പറയുന്നത് നല്ല മൈലേജ് കിട്ടും. കാര്യമായ ഒരു മെയിൻ്റെനൻസ് ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? അതായത് 20-ന്റെ മുകളിൽ മൈലേജ് എന്തായാലും കിട്ടും. പ്രോപ്പറായിട്ട് ഉപയോഗിച്ചാൽ, കറക്റ്റ് പീരിയോഡിക് സർവീസ് ഒക്കെ ചെയ്താൽ കാര്യമായ ഒരു കംപ്ലൈന്റും വരില്ല കേട്ടോ ഇതിന്. അതുപോലെ തന്നെ സ്പോർട്സ് ഓപ്ഷനിലായതുകൊണ്ട് തന്നെ കീല സെൻട്രിയും ബട്ടൺ സ്റ്റാർട്ടും വരും അല്ലേ? ഫുൾ ഓപ്ഷനിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ അലോയ് വീൽസും ബാക്കിൽ ക്യാമറ, വൈപ്പർ, അങ്ങനത്തെ ഫീച്ചേഴ്സ് ഉണ്ടാവും. ക്യാമറ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് മിററിന്റെ മുകളിൽ. അങ്ങനെ 1-2 ഫീച്ചേഴ്സേ കുറവുള്ളൂ. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ്. 50,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. 50 ഓടിയിട്ടുള്ളൂ. ഈ 14-50 ഒക്കെ ജനുവിൻ ആയിരിക്കും അല്ലേ? വണ്ടി കണ്ടാൽ ഏകദേശം മനസ്സിലാവും. പക്ഷേ ഞാൻ ചോദിക്കാം, കാരണം ഇവരോട് നമുക്ക് പറയാനുള്ളൂ. നമുക്കതേ പറയാനുള്ളൂ. ഹിസ്റ്ററിയും കാര്യങ്ങളുണ്ട്. ബാക്കി വണ്ടിന്റെ ക്വാളിറ്റി കണ്ടാലും മനസ്സിലാവും അല്ലേ? ഓക്കെ, എന്തായാലും നിങ്ങൾ നോക്കിക്കോട്ടോ. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. നിലവിൽ വന്ന കൊലത്തിലുള്ള രീതിയിലാണുള്ളത്. വാഷ് പോലും ചെയ്തിട്ടില്ല. നമ്മുടെ വീഡിയോയിൽ ഇടാൻ വേണ്ടിയിട്ട് ഇവർ എടുത്തോണ്ട് വന്നാണ്. ഒന്നും ചെയ്യാത്ത കണ്ടീഷൻ അല്ലേ? അതെ, കസ്റ്റമർ ഡയറക്റ്റ് എടുത്തോണ്ട് ആ ഒരു ഇതിലാണുള്ളത്. കുറച്ച് പൊടി ഒഴിച്ചാൽ വേറെ ഒരു പ്രശ്നമില്ല കേട്ടോ. എത്രയ്ക്ക് കൊടുക്കാം? ഇത് 4 രൂപയാണ് ചോദിക്കുന്നത്. 4 ലക്ഷം രൂപ. 2014 വണ്ടി 4 ലക്ഷം രൂപ. ഏകദേശം ഒരു 50,000 രൂപ കൊണ്ടൊക്കെ 50 വേണ്ടി വരില്ല. പ്രൊഫൈൽ ലോൺ കയറും അല്ലേ? ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇവിടെയുള്ള ഒരുവിധം വണ്ടികളെല്ലാം തന്നെ നിങ്ങൾക്ക് പിന്നെ ഒരു 1 ലക്ഷം രൂപയുടെ ഉള്ളിൽ കയ്യിൽ കൊണ്ടുവന്ന് ഇറക്കാൻ പറ്റുന്ന വണ്ടികളാണ്. പ്രൊഫൈലൊക്കെ പക്കയാണെങ്കിൽ കേട്ടോ. ഈ ബലേനോ ആണെങ്കിലോ? ബലേനോ ഓട്ടോമാറ്റിക് ആണ്. 2018 മോഡൽ. 18 ആണ്. ഓക്കെ, 2018 മോഡൽ. ഫുൾ ഓപ്ഷൻ തോന്നല്ലോ. ഫുൾ ഓപ്ഷൻ അൽഫ പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക്. അതായത് ഇതില് CVT വരുന്ന മോഡൽ. നല്ല രസമായിട്ട് ഓടിക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്. പിന്നെ മൈലേജ് ഒക്കെ ഒരു 15-നുള്ളിൽ അല്ലേ? 15-ന്റെ ഉള്ളിൽ കിട്ടണതാണ്. കാരണം ഇപ്പൊ തന്നെ ആവറേജ് അതിന്റെ അത് 12 കാണിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, പിന്നെ ഇന്റീരിയർ ഒന്നും മോശമില്ല കേട്ടോ. അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഇന്റീരിയർ ആണ്. വേറെ അപാകതകൾ, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പിന്നെ സെക്കൻഡ് ഓണറാണ്. കിലോമീറ്റർ 39. അത്ര ഓടിയിട്ടുള്ളൂ. 39 ഓടിയിട്ടുള്ളൂ അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക് അല്ല, അപ്പൊ അങ്ങനെ ഓടൂല. അതെ അതെ അതെ. പിന്നെ മൈലേജ് കുറച്ച് കുറവായതുകൊണ്ട് ചടഞ്ഞ ഓട്ടം കുറയും. അലോയ് വീൽസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ 30 സംതിങ് ഓടിയ ടയറാണ് കിടക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ? കമ്പനി ടയറാണ് കേട്ടോ, മാറിയില്ല. നമ്മൾ ഇതിന്റെ മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? ഇത് 18 അല്ലേ? 18-ലെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. പ്രൈസോ? പ്രൈസ് 7.5 ലക്ഷം രൂപ. 7,50,000 രൂപയ്ക്ക് 18 CVT ലോ കിലോമീറ്റർ വണ്ടി എടുക്കാം. മാക്സിമം റേറ്റ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും അർജുനെ കോൺടാക്ട് ചെയ്തോ. നമ്പറൊക്കെ ഞാൻ വീഡിയോയിൽ വെച്ചിട്ടുണ്ട്, മേൽഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏത് വണ്ടീൻ്റെ കൂടുതൽ ഡീറ്റെയിൽ വേണമെങ്കിൽ ചോദിച്ചാൽ, എനിക്ക് സൗണ്ട് ലേശം പ്രശ്നമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ അയച്ചു കൊടുക്കാം അല്ലേ? ഓക്കെ, എന്തായാലും അയച്ചു തരും കേട്ടോ. ഇനി ഈ വെന്യൂ ആണെങ്കിലോ? ഇത് 2020 മോഡല് വെന്യൂ. 20 ആണ്. SX 1 ലിറ്റർ ടർബോ. 1 ലിറ്റർ ടർബോ ആണ്. അത്യാവശ്യം മൈലേജും പവറും ഉണ്ടാവും അല്ലേ? പിന്നെ ഇതിന്റെ എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ 13/5/2020 അല്ലേ? ഇത് ശരിക്കും ഓട്ടോ എത്രയാ? ഇത് 20,000 കിലോമീറ്റർ. അത്ര ഓടിയുള്ളൂ അല്ലേ? ഓ, അതായത് 2020 വളരെ ലോ കിലോമീറ്റർ ആണ്. എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിൽ ഏകദേശം 5,000 കിലോമീറ്റർ ഒക്കെ ഓടിയിട്ടുള്ളൂ അല്ലേ? 20 ഓടിയ ടയറാണോ ഇത്? അതെ. പിന്നെ SX ഓപ്ഷനിലായതുകൊണ്ട് തന്നെ SX ആണ് അല്ലേ? സൺറൂഫ് വരുന്നുണ്ട് കേട്ടോ. വ്യത്യാസങ്ങൾ കുറച്ചേ ഉള്ളൂ. അതായത് ബട്ടൺ സ്റ്റാർട്ട്, പിന്നെ ഒരു ബ്ലൂലിംഗ് ഫംഗ്ഷൻ ഉണ്ടല്ലോ, ബാക്കില് വൈപ്പർ, അങ്ങനത്തെ വ്യത്യാസങ്ങളേ ഉള്ളൂ മാത്രമേ ഉള്ളൂ. ബാക്കി പറഞ്ഞ മാതിരി പ്രൊജക്ടഡ് ഹെഡ് ലാമ്പ്, അലോയ് വീല്, ക്യാമറ, സ്ക്രീൻ, എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. സൺറൂഫ് വരെ വരുന്നുണ്ട്. ഒന്നും മാറിയിട്ടില്ലല്ലോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. എന്താ റേറ്റ്? ഇത് 9,60. 9,60,000 രൂപയ്ക്ക് എടുക്കാം. പുതിയത് എടുക്കാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് പ്രിഫർ ചെയ്തോ. നല്ലൊരു ബഡ്ജറ്റ് നിങ്ങൾക്ക് കുറച്ച് കിട്ടും അല്ലേ? എന്തായാലും നോക്കിക്കോളൂ കേട്ടോ. ഈ ഒരു സെക്ഷനിലേക്ക് നിങ്ങൾക്ക് കുറച്ച് ചെറിയ വണ്ടികൾ കാണിച്ചു തരാം. അതും ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് കേട്ടോ എല്ലാം തന്നെ. അതിലാദ്യത്തെ വണ്ടി i10. അതെ, i10 ഏതാ മോഡൽ? i10 2011 മോഡൽ. 11 ആണ്. 11-ലെ കാപ്പ എഞ്ചിൻ വരുന്ന വണ്ടി അല്ലേ? സ്പോർട്സ് ആണെന്ന് തോന്നുന്നല്ലോ. സ്പോർട്സ് ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ, എല്ലാവിധ ഫീച്ചേഴ്സും വരും.
ഇന്റീരിയർ സീറ്റ് കവറൊക്കെ ഉണ്ടല്ലേ? ആ 11 ഇപ്പോ വേറെ അപാകതകൾ അപാകതകളിന്റെ ഒരു ബോണ്ട് മാറിയിട്ടുണ്ട്. ബോണ്ട് മേജർ അല്ല, ബോണ്ട് മാത്രമേ ഉള്ളൂ. പഴയ വണ്ടിയല്ലേ, കുറച്ച് നോക്കേണ്ട കുറഞ്ഞ ആവശ്യമില്ല. വണ്ടിയാണല്ലോ. അതെ അതെ അതെ. പിന്നെ വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. പെട്രോൾ ആയതുകൊണ്ട് തന്നെ കംപ്ലൈന്റ് കുറയും. നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? ഇത് 2.10 ചോദിച്ചത്. 2,10,000. കിലോമീറ്റർ കുറച്ച് ഓടിയിട്ടുള്ളൂ, 63 ഓടിയിട്ടുള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? ഓണർഷിപ്പോ? ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ്. വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ പറഞ്ഞ പോലെ തന്നെ പ്രൈസ് നിങ്ങൾക്ക് മാക്സിമം കുറച്ച് തരും. 2,10,000 അല്ലേ? ലോൺ കയറൂല്ലേ? ലോണ് 11,000 ട്രൈ ചെയ്ത് നോക്കാം. കിട്ടേണ്ടതാണ്. പ്രൈവറ്റ് ഒക്കെ കിട്ടേണ്ടതാണ്. ഓക്കെ, നിങ്ങൾ എന്തായാലും നോക്കിക്കോളൂ. ഫുള്ളൊന്നും കിട്ടില്ല, ചെറിയൊരു പൈസ എന്തായാലും നിങ്ങൾക്ക് ലോൺ കിട്ടും കേട്ടോ. എന്തായാലും ക്ലീൻ വണ്ടിയാണ്. i10 കാപ്പ എഞ്ചിൻ വരുന്നത്, പെട്രോളാണ്. കംപ്ലൈന്റ് വളരെ കുറവായിരിക്കും കേട്ടോ. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ റെഡിഗോ, 4 പുത്തൻ ടയർ ഇട്ട റെഡിഗോ ആണല്ലോ. 2017 മോഡൽ. 17 ആണ്. ഓക്കെ, ഇനി റിവേഴ്സ് കാണാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് സാധനമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അഡീഷണൽ ഫിറ്റിംഗ് സ്ക്രീനൊക്കെ. 17 ഓട്ടോ എത്രയാ? ഇത് 35 ജെനുവിൻ ആയിരിക്കും അല്ലേ? ജെനുവിൻ കിലോമീറ്റർ. 17 മോഡൽ അല്ലേ, അതൊക്കെ നോർമൽ ഓട്ടോ അല്ലേ? എനിക്ക് തോന്നുന്നു ഈ 35 ഓടിയപ്പോ 4 ടയർ ഒന്ന് മാറിയല്ലേ? വേറെ AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. എന്താ പറയാ, റെഡിഗോലെ ഫുൾ ഓപ്ഷൻ ആണ്, ടി ഓപ്ഷനിലാണ് വണ്ടി. ടി വരും അല്ലേ? ടി ഓപ്ഷനിലാണ്. അതെ അതെ അതെ. അതായത് വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുത്ത് നല്ല വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, അത്യാവശ്യം ലോണും കയറും. മാക്സിമം ഫണ്ടിങ് വരെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ലോൺ തന്നെ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. ഫുൾ ലോൺ കയറും അല്ലേ? അതായത് മോഡൽ കൂടിയ വളരെ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി ഉണ്ടെങ്കിൽ ഇപ്പൊ ഇതാണ്. എത്രയ്ക്ക് കൊടുക്കാം? ഇത് 2.40 ആണ് നമ്മൾ ഇട്ട പ്രൈസ്. 17 വണ്ടി, ലോ കിലോമീറ്റർ വണ്ടിയാണ്. 2.40 മാക്സിമം നെഗോഷ്യബിളും ആണ് കേട്ടോ. കുറച്ച് പേരും ഒന്നും നോക്കണ്ട, നേരെ വന്ന് നോക്കിക്കോളൂ വണ്ടി. ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ വണ്ടികൾ വന്ന് കാണുക. ഇത് യൂട്യൂബിൽ കയറി കമന്റ് ഇടാൻ എല്ലാവർക്കും പറ്റും അല്ലേ? വണ്ടി വന്ന് കാണുക. അതാണ് ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും. ഒരുപാട് പേര് നെഗറ്റീവ് കമന്റ് ഇട്ടിട്ടുണ്ട്, റേറ്റ് കൂടുതലാന്നൊക്കെ പറഞ്ഞിട്ട്. ജെനുവിൻ വീഡിയോയിൽ തന്നെ നമ്മൾ കുറെ വണ്ടി വെച്ചിട്ടുണ്ട്. അതെ അതെ. അല്ല, അത് ഞാൻ പറയുന്നത്, ജെനുവിൻ ആയിട്ട് വണ്ടി എടുക്കണം എന്ന് ആഗ്രഹിച്ച് വന്നവരൊക്കെ വണ്ടീൻ്റെ ക്വാളിറ്റി കണ്ടു, ഇവർ നല്ല റേറ്റ് കൊടുത്താൽ വണ്ടികളെല്ലാം ഇവിടുന്ന് പോയി. കാരണം ഇപ്പോൾ നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിലെ വണ്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ അത് ഒളിപ്പിച്ച് വെക്കാനൊന്നും പറ്റില്ലല്ലോ അല്ലേ? അപ്പോൾ എന്തായാലും അതാണ് കാരണം. നിങ്ങൾ വന്ന് നോക്കിക്കോ, ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്. ഇനി കിഡാണെങ്കിലോ? കിഡ് 2017 മോഡൽ. 17 ആണല്ലേ? RXT. ഓക്കെ, അതായത് ഏറ്റവും ഫുള്ളിൻ്റെ നേരെ താഴെ വരുന്ന വണ്ടിയാണ്. വേറെ ഓട്ടം ഇത് 61 സിംഗിൾ ഓണർ ആണ്. കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. പിന്നെ ഈ ഒരു വണ്ടിയാകുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ മെയിൻ്റെനൻസ് കുറവാണ്, അത്യാവശ്യം മൈലേജ് കിട്ടും. അതായത് നമ്മൾ അൾട്ടോ എടുത്ത് ഉപയോഗിക്കുന്നതിന് പകരം കുറച്ചുകൂടി വൃത്തിയുള്ള ഒരു വണ്ടി അല്ലേ? മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളൊക്കെ കമ്പനി ഫിറ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. സീറ്റും മോശമൊന്നുമില്ല. ഇതിൽ പിന്നെ അങ്ങനെ ഫീച്ചേഴ്സ് ഇങ്ങനെ കൂടുതലായിട്ട് ഉണ്ടാവില്ല. ചെറിയ വണ്ടികളിൽ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് പവർ വിൻഡോ വരുന്നുണ്ട്, പിന്നെ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് അല്ലേ? അത്ര സാധനങ്ങൾ നിലവിലുള്ളത്. ഒരു ബാക്ക് ക്യാമറ ഉണ്ടാവും. ഇത് 17 എത്രയ്ക്ക് കൊടുക്കാം? ഇത് 2.70 ആണ് ചോദിക്കുന്ന പ്രൈസ്. കുറച്ച് കൊടുക്കാം. ഇതൊക്കെ പറഞ്ഞ മാതിരി തന്നെ ഒരു 50 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ വന്നോളൂ. മാക്സിമം നിങ്ങൾക്ക് റേറ്റ് നെഗോഷ്യബിൾ ആക്കിയിട്ട് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തരും. വണ്ടി അത്യാവശ്യം നല്ല ക്ലീൻ ആണ്. വന്ന് നോക്കിക്കോളൂ, എന്നെ ഒന്നും പറയണ്ട അല്ലേ? വന്ന് നോക്കിയാൽ അറിയാൻ പറ്റും. ഇനി ഈ പോളോ ആണെങ്കിലോ? ഇത് 12 മോഡലാണ്. 12 ഡീസലാ? 12 ഡീസൽ. ഓ, പിന്നെ എന്താ പറയുക, ഒരു ടോപ്പ് ക്വാളിറ്റി എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ആവറേജ് വണ്ടി അല്ലേ? 12 മോഡലല്ലേ? 12 വർഷത്തിന്റെ പഴക്കം ഉണ്ടല്ലോ. പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, ഇത് 12 മോഡൽ ആണെങ്കിലും ആ മോഡലിനെ അപേക്ഷിച്ച് വൃത്തിയുള്ള വണ്ടിയാണ്. മെക്കാനിക്കലൊക്കെ വണ്ടി ഫുൾ ഫിറ്റ്. വേറെ എടുത്തതിന്റെ വർക്കും കാര്യങ്ങളൊന്നും പെൻഡിംഗ് ഒന്നുമില്ല. ഡീസൽ ആയതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, എന്താണ് എഞ്ചിൻ കണ്ടീഷൻ? ഞാൻ പറഞ്ഞ മെക്കാനിക്കലി ഫുൾ ഫിറ്റ് ആണ്. സർവീസ് ഒക്കെ കറക്റ്റ് പക്കയായിട്ട് ചെയ്യുന്നതാണ്. ഓട്ടം എത്രയാ? ഓട്ടം 1,03,000 കിലോമീറ്റർ. അത്ര ഓടിയിട്ടുള്ളൂ? ഓ, 12 വെച്ച് നോക്കുമ്പോൾ അത് ലോ കിലോമീറ്റർ ആണല്ലോ. ആ വണ്ടിന്റെ ഫിറ്റ് നമുക്ക് മനസ്സിലാവും. അതെ അതെ അതെ. അത് മാത്രമല്ല കേട്ടോ, ഒരു വർഷം 10,000 കിലോമീറ്റർ പോലും ഓടിയിട്ടില്ല. അപ്പൊ അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ ഇത് വേരിയന്റ് ഏതാ? ഇത് ട്രെൻഡ് ലൈൻ ബേസ് ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ ഉണ്ടാവുള്ളൂ. കമ്പനി വേറെ സെറ്റും കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് അല്ലേ? എന്തായാലും ബോഡി വൈസ് കുഴപ്പമൊന്നുമില്ല കേട്ടോ. സ്ക്രാച്ചസോ ഡെന്റോ പൊട്ടലോ തട്ടലോ ഒന്നും ഇല്ല. അതെ, റീപ്ലേസ് മെയിൻ ക്ലാസ് ഇല്ല അല്ലേ? അടിപൊളി, മാറിയിട്ടില്ല കേട്ടോ. ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? ഇത് 2,65,000 ആണ് ചോദിക്കുന്നത്. 2,65,000 അത് ഇച്ചിരി കൂടുതലാണ്, എന്നാലും കുറയണം. വണ്ടിന്റെ ക്വാളിറ്റി വെച്ചിട്ടാണ് ചോദിക്കുന്ന റേറ്റ്. നിങ്ങൾ നോക്കുക വേണ്ട, എങ്ങനെ വേണമെങ്കിലും മാക്സിമം ഡിസ്കൗണ്ട് ചെയ്യാം. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ വരിക, ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുക, അതുപോലെ തന്നെ വണ്ടിയൊക്കെ ഒന്ന് കണ്ട് ഓടിച്ചൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വണ്ടി എടുക്കുന്നവർക്ക് ഉറപ്പായിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞൊന്നും അല്ല കളി. പിന്നെ മാക്സിമം കുറച്ച് വണ്ടി നിങ്ങൾക്ക് തന്നുവിടും, മാക്സിമം ലോണും കയറ്റി തരും കേട്ടോ. നിങ്ങളാരെങ്കിലും നല്ല അടിപൊളി ഒരു ഓട്ടോമാറ്റിക് ടെറാനോ നോക്കുന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു വണ്ടി ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് 110 PS ഓട്ടോമാറ്റിക് അല്ലേ? ഡീസൽ. ഇതേതാ മോഡലൊക്കെ? ഇത് 17 മോഡല് XV പ്രീമിയം. 17 മോഡൽ XV പ്രീമിയം അല്ലേ? ഫുൾ ഓപ്ഷൻ തന്നെ. വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണ്, കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കറക്റ്റ് സർവീസ് ആണ്. ഇപ്പോ 80,000 സർവീസിൽ ടൈമിംഗ് ചെയിൻ, ക്ലച്ച്, കാര്യങ്ങൾ എല്ലാ സാധനങ്ങളും കമ്പനി തന്നെ മാറിയതാണ് അല്ലേ?
ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു പൈസേന്റെ പണി ഓൾറെഡി എടുത്തു. കൊണ്ടുപോകുന്ന ഒരാൾക്ക് ഇനിയിപ്പോൾ ആ പണി എടുക്കാം. പെട്ടെന്നൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതെ അതെ. ടയർ വാങ്ങലാണെങ്കിലും മോശമൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ടയർ ഉണ്ട്. പിന്നെ അലോയ് വീൽസ് എല്ലാ സാധനം ഉണ്ടല്ലേ, ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്. അതെ അതെ. ബാക്ക് വൈപ്പർ കാര്യങ്ങളൊക്കെ വരും. ഇത് നമുക്ക് എന്താ റേറ്റ് വരുന്നത്? ഇത് 7,15. 7,15,000 രൂപ അല്ലേ. മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? 2017 മോഡൽ വണ്ടി, ഓട്ടോമാറ്റിക് 110 PS ക്ലീൻ വണ്ടി, 7,15,000 രൂപ. മാക്സിമം നെഗോഷ്യബിൾ. മാക്സിമം കുറച്ച് കൊടുക്കും. നമ്മുടെ വീഡിയോ കണ്ടാണ് വരുന്നെങ്കിൽ കണ്ടിരുന്നു പറഞ്ഞു തരാം കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഒരു i20 കൂടി ഉണ്ടല്ലോ. ഇത് 2015 മോഡൽ ആസ്റ്റ. 15 ആസ്റ്റ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. അന്ന് പ്രൊജക്ടർ ഒന്നും വരില്ല, അതുകൊണ്ട് അതിലില്ല. ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട് അല്ലേ? ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്. കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ, ടച്ച് സ്ക്രീൻ, ക്യാമറ എല്ലാം ഉണ്ടല്ലേ. ഇൻബിൽഡ് മാപ്പ് വരെ വരുന്ന സെറ്റ് ആണല്ലേ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? 60,000 കിലോമീറ്റർ. 60,000 ഒക്കെ ജെനുവിൻ ആയിരിക്കും അല്ലേ? കിലോമീറ്റർ വേറെ ഒരു അപാകത ഇല്ലെന്ന് ഉറപ്പല്ലേ? ഉറപ്പാ. പിന്നെ പെട്രോൾ ആയതുകൊണ്ട് തന്നെ കംപ്ലൈൻസും കുറയും. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഒരു വൈറ്റ് കളർ വണ്ടി കേട്ടോ. എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയും കൂടിയാണ്. എന്താ പ്രൈസ്? ഇത് 5,45. 5,45,000 രൂപ. 15 വണ്ടിയാണ് നിങ്ങൾ ആലോചിക്കണം. 5,45,000 രൂപ. അതിലും നെഗോഷ്യബിൾ ആണ്. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഒരു 1,00,000 രൂപയൊന്നും വേണ്ട അല്ലേ, ഒന്നിൻ്റെ ഉള്ളിൽ മതി ഇറക്കി കൊടുക്കുക അല്ലേ. ഇത്രയും ക്ലാസ് ക്ലീൻ വണ്ടി കൊണ്ടുപോകാം, നല്ല രീതിക്ക് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. ഇനി ഈ എക്കോ സ്പോർട്ട് ആണെങ്കിലോ? ഇത് 2017 മോഡൽ ഡീസൽ. 17 ഡീസൽ അല്ലേ? ടൈറ്റാനിയം ആണോ? ടൈറ്റാനിയം. ഓക്കെ, എല്ലാവിധ ഫീച്ചേഴ്സും വരും. ഏറ്റവും ടോപ്പ് വണ്ടിയല്ല, പക്ഷേ ഒരുവിധം ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അതെ അതെ അതെ. പിന്നെ അലോയ് വീൽസ് ഉണ്ട്. ടയർ ഭാഗങ്ങൾ ഒരു 70% കൂട്ടിയാൽ മതി. ഇന്റീരിയർ നല്ല വൃത്തിയുണ്ട്, അതാണ് മെയിനായിട്ട് പറയേണ്ടത്. എന്താ പറയുക, ഈ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്നുണ്ട്. ആ ന്യൂ ഷേപ്പിൽ വരുന്ന വണ്ടിയാണല്ലേ ഇന്റീരിയർ ഒക്കെ. ഓട്ടം എത്രയാ? ഓട്ടം 89. അപാകതകളായിട്ടൊന്നുമില്ലല്ലോ? അപാകതകളെ റീപ്ലേസ് ഉണ്ട്. ബോണറ്റ് മാത്രം. ഓക്കെ, വേറെ അത് മേജർ ആണോ? അല്ലല്ല, മേജർ അല്ല. നമുക്ക് കൊടുക്കാലോ അല്ലേ? ഓക്കെ. മെയിൻ ക്ലാസ് റീപ്ലേസ് ഇല്ലല്ലോ? ഇല്ല. എന്താ പ്രൈസ്? ഇത് 7,4. 7,25,000 രൂപയ്ക്ക് 2017 മോഡൽ ടൈറ്റാനിയം. നല്ല മൈലേജ് കിട്ടുന്ന വണ്ടി. ഫോർഡ് ഏതായാലും തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ പേടിക്കൊന്നും വേണ്ട. സർവീസും കാര്യങ്ങളൊക്കെ എന്തായാലും ഇപ്പൊ നിലവിലുണ്ട്, ഇനിയും ഉണ്ടാവും കേട്ടോ. ഇടിക്കട്ട സാധനം കേട്ടോ, അത് നോക്കിക്കോ. അതിന്റെ ബോഡി ക്വാളിറ്റിയാണ് മെയിൻ ആയിട്ട് പറയേണ്ടത്. അപ്പൊ എന്തായാലും നമ്മുടെ ഓട്ടോ വെഞ്ചറിൽ ഈ ഒരു എപ്പിസോഡിൽ അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ നല്ലൊരു ടിയാഗോ അല്ലേ, ന്യൂ ഷേപ്പ് വണ്ടി. 2020 മോഡൽ. 20 ആണ്. അത്യാവശ്യം പുതിയ വണ്ടിയാണ്. എക്സെഡ് ആണോ ഇത്? എക്സെഡ് പ്ലസ് 2020 മോഡൽ എക്സെഡ് പ്ലസ്. അതായത് അന്ന് ഇറങ്ങിയ ഏറ്റവും ടോപ്പ് വണ്ടിയാണ് കേട്ടോ. ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും വരും. അലോയ് വീൽസും കാര്യങ്ങളും ഉണ്ട്. ഓട്ടോ എത്ര ഇത്? ഓട്ടം 10,000 കിലോമീറ്റർ. ആകെ 10 ഓടിയിട്ടുള്ളൂ. അടിപൊളി. വണ്ടി കണ്ടാൽ തന്നെ മനസ്സിലാവില്ല. ഓക്കെ, ഇന്റീരിയർ ഒക്കെ നല്ല ക്ലീൻ ആണ്, വേറെ ഒരു അപാകതയില്ല. ഒരു പുതിയ വണ്ടിയൊക്കെ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് പ്രിഫർ ചെയ്തോളൂ, നല്ലൊരു പൈസ കുറച്ച് എടുക്കാൻ പറ്റും. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് 5,60. 5,60,000 രൂപയ്ക്ക് 2020 മോഡൽ വെറും 10,000 കിലോമീറ്റർ ഓടിയ വണ്ടി അല്ലേ. ഇത് മിസ് ചെയ്യണ്ട കേട്ടോ, ആർക്കെങ്കിലും വേണമെങ്കിലും നോക്കിക്കോളൂ. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്. ഓക്കെ, എന്തായാലും ടിയാഗോ വേണ്ടവര് മിസ് ചെയ്യണ്ട, കോൺടാക്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ ലാസ്റ്റ് വണ്ടി ഇയോണ കാണിച്ചു കൊടുക്കാം അല്ലേ. ഇയോണ ഏതാ മോഡല്? ഇത് 2012. 12 ആണ്. 12 ഓട്ടോക്ക് എത്രയാ? ഓട്ടോ 82. ഒക്കെ ജെനുവിൻ ആയിരിക്കും അല്ലേ? ജെനുവിൻ കിലോമീറ്റർ. 12 അല്ലേ, നമുക്ക് ഇത്രയൊക്കെ തന്നെ ഓടാൻ പറ്റുള്ളൂ. അതെ അതെ അതെ. വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ബോഡി വൈസ് ഒക്കെ നീറ്റ് ആണ്. സിംഗിൾ ഓണർ ആണ്. 12 അടിപൊളി. പിന്നെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കറക്റ്റ് സർവീസ് ആണ്. ഡിലൈറ്റ് പ്ലസ് ആണ്, അതായത് ഏറ്റവും ബേസ് മോഡൽ. അതെ അതെ. പവർ വിൻഡോ ഉണ്ടാവില്ല, AC പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതെ. ഇത് നമുക്ക് ഇപ്പൊ എന്താ വില വരുന്നത്? ഇത് 1,70 അല്ലേ. 1,70,000 രൂപയ്ക്ക് 2012 വണ്ടി, നല്ല ക്ലീൻ വണ്ടി എടുക്കാം കേട്ടോ. ബോഡിയൊക്കെ നല്ല വൃത്തിയുണ്ട്, റീപ്ലേസ് ഒന്നുമില്ല. പിന്നെ ഇതൊന്ന് നോക്കിക്കോട്ടെ അല്ലേ. ലോ ബഡ്ജറ്റിൽ 18-20 കിലോമീറ്റർ മൈലേജും കിട്ടും. 12 മോഡലിന്റെ ലോണും ചെയ്യാം, നമുക്ക് ഒരു 1,00,000 മുകളിലൊക്കെ ലോണും ചെയ്യാം. 1,00,000 ലോണും കിട്ടും അല്ലേ. ഓക്കെ, സെൻട്രൽ ലോക്കൊക്കെ സെപ്പറേറ്റ് വെച്ചാട്ടോ, നല്ല രസം സൗണ്ട് വെക്കാം. പിന്നെ വേറെ ഒരു അപാകതയില്ല, ക്ലീൻ വണ്ടി. ഓക്കെ, എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. ഇപ്പൊ നമ്മൾ ഇവിടെ കാണിച്ച വണ്ടികൾ എല്ലാത്തിലും നിങ്ങൾക്ക് മാക്സിമം റേറ്റ് ഒക്കെ നെഗോഷ്യബിൾ ആക്കി തരും കേട്ടോ. മാക്സിമം പൈസ കുറച്ച് തരും. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് വന്ന് സംസാരിച്ചോളൂ. പ്രൊഫൈല് പക്കയാണെങ്കിൽ മാക്സിമം ലോണും കയറി തരും. അപ്പൊ എന്തായാലും അടുത്തതായിട്ടും ഒരുപാടധികം നല്ല നല്ല വീഡിയോസ് വരുന്നുണ്ട്, മിസ് ചെയ്യാണ്ട് കണ്ടോളൂ. നല്ല നല്ല വണ്ടികളുണ്ട്. ഇതിൽ ഏതെങ്കിലും വേണമെങ്കിൽ അർജുനെ കോൺടാക്ട് ചെയ്തോ, നമ്പർ കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.